തങ്ങളുടെ വറക്കിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വറക്കുമായി ബന്ധപ്പെട്ട അധ്യായം. മുത്തുനബി ഉറങ്ങുമ്പോൾ എന്തിനെ ചൊന്നുറു, മുത്തുനബി ഉറങ്ങുമ്പോൾ ഏത് ഭാഗത്തേക്ക് ചെറിഞ്ഞിട്ട് കിടന്നുറോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങുമ്പോൾ ഏത് ഭാഗത്തേക്ക് കിടന്നിട്ട് ഉറങ്ങിരെ, മുത്തുനബി എന്തിനെ ചൊന്നുകൊണ്ടിരുന്നിട്ട് ആ ഹദീസ് ആണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. അള്ളാഹു നമ്മൾ ഒക്കെ കബൂൽ ചെയ്യട്ടെ. 255 ഹദീസ്. അല്ലേ? حدثنا محمد بن المثنى قال حدثنا عبد الرحمن بن مهدي بن عازب رضي الله عنه ذكرنا حديث أن النبي صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇദാ അഖദ മൽജഅഹു ഉറങ്ങാൻ വേണ്ടി കിടപ്പറ ആ ബെഡിലേക്ക് പോയി ഉറങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചെങ്കിൽ, അതായത് ബെഡിലേക്ക് പോയി ഉറങ്ങാൻ വേണ്ടി റസൂലുള്ളാഹി ഉദ്ദേശിച്ചെങ്കിൽ വളഅ കഫ്ഫഹുൽ യുംന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലത്തെ കൈയിൻ്റെ കഫ്, ഈ മുങ്കയുണ്ടല്ലേ എന്തായില്ലേ, ഇതിനെ വെക്കും. അവിടെ വെക്കും തഹ്ത ഖദ്ദിൽ ഐമനി, തഹ്ത ഖദ്ദിൽ ഐമനി, വലഭാഗത്തെ കൗളിൻ്റെ അടിയിൽ, വലഭാഗത്തേക്ക് ചെറിഞ്ഞിട്ട് ഈ കൗളിൻ്റെ അടിയിലേക്ക് എന്താക്കും, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചിങ്ങനെ ഉറങ്ങും. അങ്ങനെയാണ് ഉറങ്ങേണ്ടത്. എന്നിട്ട് വഖാല, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, റബ്ബി ഖിനി അദാബക യൗമ തബ്അസ് ഇബാദക, റബ്ബി എൻ്റെ റബ്ബേ, ഖിനി അദാബക, നിന്റെ അദാബ് എന്നിട്ട് എന്നെ നീ രക്ഷപ്പെടുത്തുന്നു, എന്നെ നീ കാക്കണം, നിന്റെ അദാബ് എന്നിട്ട് എന്നെ നീ എന്താക്കണം, രക്ഷപ്പെടുത്തുന്നു, എന്നെ നീ കാക്കണം. എന്നിട്ട് അവിടെ നിന്ന് പറയും, എപ്പോ യൗമ തബ്അസ് ഇബാദക, നിന്റെ അടിമകളെ രണ്ടാമത് ഹയാത്താക്കുന്നില്ല, മരിച്ച് ഖബറിൽ പോയി രണ്ടാമത് ഹയാത്തിട്ട് മഹ്ശറയിൽ എത്തിയാൽ അല്ല, അവിടെയല്ലേ, അവിടെയുള്ള അദാബ് എന്നിട്ട് എന്നെ എന്താക്കണോ, കാക്കണോ. അല്ലാഹ് ആരിത് വരക്കുന്നത്? ആര്? ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? സ്വർഗത്തിന് ഉദ്ഘാടനം ചെയ്യുന്ന ആളാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ആ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, നിന്റെ അദാബ് റബ്ബേ എന്നെ നീ കാക്കണു, എപ്പാ? ഉറങ്ങാൻ പോയ സമയത്ത്. എൻ്റെ രക്ഷിതാവേ, നിന്റെ അടിമകളെ പുനരുജ്ജീവിപ്പിക്കുന്ന ആ നാളിൽ നിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണേ, രക്ഷിക്കണേ അല്ലാഹ്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഉറക്കമെന്നത് ഇൻഷാ അല്ലാഹ് പറയും, വലതു ഭാഗത്ത് ഉറങ്ങിയാൽ എന്തെങ്കിലും രാത്രി അപകടമോ എന്തെങ്കിലും കുത്തിയെങ്കിൽ വലതു ഭാഗത്ത് കിടന്നെങ്കിൽ അപ്പനെങ്കിൽ വേഗം എണിക്കോ സാധ്യമുണ്ട്. ഇടത്തെ ഭാഗത്ത് വലതു ഭാഗത്ത് ഉറങ്ങിയെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്താക്കാം, എണിക്കാം. അതേപോലെ ഇന്നത്തെ ശാസ്ത്രീയമായിട്ടുള്ള വിഷയങ്ങൾ അങ്ങനെ മലർന്ന് കിടക്കാൻ പാടില്ല, ഇടഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാകും. അതുപോലെ ശാസ്ത്രീയമായിട്ട് പറയുന്നതും വലഭാഗത്ത് എന്താക്കണോ, കിടക്കണോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലത്തിലേക്ക് മുമ്പേ പറഞ്ഞു, കിടക്കുമ്പോൾ വലഭാഗത്ത് ചെരിഞ്ഞ് കിടക്കണം. ഇടഭാഗത്ത് കിടന്നാൽ ഇന്നത്തെ ശാസ്ത്രീയപരമായിട്ട് ഒരുപാട് രോഗങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് ഉണ്ടാകും എന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വലഭാഗത്ത് ഉറങ്ങിയത് കൊണ്ട് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ പെട്ടെന്ന് നമുക്ക് എന്താക്കാം, എണിക്കാം. അതേ സമയത്ത് കൗഞ്ഞിട്ട് കിടന്നെങ്കിൽ, മലർന്ന് കിടന്നെങ്കിൽ, അല്ലെങ്കിൽ ഇടഭാഗത്ത് എത്ര പെട്ടെന്ന് നമുക്ക് എണിക്കാൻ സാധ്യമല്ല. മാത്രമല്ല, ഈ കൗഞ്ഞിട്ട് കിടക്കുകയും തീരാൻ ചെന്നിട്ടുണ്ട്. മനസ്സിലായ? കൗഞ്ഞിട്ട് കിടക്കുക തീരാ. കാരണം കൗഞ്ഞിട്ട് കിടന്നാൽ ശൈത്താൻ എന്താക്കും, നമ്മൾ അടിയിൽ കിടക്കും. ശൈത്താൻ പെൺപിശാച് എന്താക്കും, നമ്മൾ അടിയിൽ വന്നിട്ട് കിടന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. എപ്പോഴും കിടക്കേണ്ടത് ആ മരണത്തെ ഓർത്തുകൊണ്ട്, ഖബറിൽ ഞങ്ങളെ മയ്യത്തിനെ വെക്കും പോലെ ഖിബിലയിലേക്കുള്ള ഭാഗമാക്കിയിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയിട്ടുണ്ട്,
കൗളിൻ്റെ അടിയിൽ ഇത് കൈവച്ചിട്ടാണ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയത്. അങ്ങനെയാണ് തുടങ്ങേണ്ടത്. ഇനി റളിയല്ലാഹുവിനെ തൊട്ട് ഹുസൈഫ് റളിയല്ലാഹു പറഞ്ഞു, കാനൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അവ്വാ ഇലാ ഫിറാശിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് ചെന്നാൽ, മനസ്സിലായില്ലേ, വിരിപ്പിലേക്ക് ഉറങ്ങാൻ വേണ്ടി ആ വിരിപ്പിലേക്ക് ചെന്നാൽ, ഖാല, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ബിസ്മിക അമൂതു വ അഹ്യാ, അല്ലാഹുമ്മ ബിസ്മിക അമൂതു വ അഹ്യാ, അല്ലാഹുവേ നിന്റെ പേര് കൊണ്ട് അമൂതു ഞാൻ മരിക്കുന്നു, വ അഹ്യാ പിന്നീട് ഞാൻ എന്താകുന്നു, ഉണരുന്നു, ഒരിക്കൽ മരിക്കുന്നു, പിന്നീട് ഞാൻ ഉണരുന്നു. അപ്പോ എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്നാൽ, ഉറക്കുന്നിട്ട് ഉണർന്നാൽ, ഖാല മുത്തുനബി പറയും, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും, അല്ലദീ എങ്ങത്തെ അല്ലാഹു, അഹ്യാനാ ബഅദ മാ അമാതനാ, മരിച്ചതിൻ്റെ ശേഷം അഥവാ ഉറങ്ങിയതിൻ്റെ ശേഷം എന്നെ അവൻ എന്താക്കി, രണ്ടാമത് ഹയാത്താക്കി. അങ്ങനത്തെ അല്ലാഹുവിനാണ് സർവസ്തുതിയും, വ ഇലൈഹിൻ നുശൂർ, അവനിലേക്കാണ് എൻ്റെ മടക്കം. ഇവിടെ നോക്കി നല്ല മനസ്സിലാക്കും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരിപ്പിലേക്ക് പോയാൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും എന്തെന്ന്, അല്ലാഹുമ്മ, അല്ലാഹുവേ, ബിസ്മിക അമൂതു, നിന്റെ പേര് കൊണ്ട് ഞാൻ മരിക്കുന്നു. ഉറക്കി എന്നുള്ളത് ഒരു മരണമാണ്, അല്ലെങ്കിൽ മരണവുമായിട്ട് അടുത്തുള്ള അതുപോലത്തെ ഒരു വിഷയമാണ്. അതേപോലെ അഹ്യ, ഞാൻ ജീവിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായി, ഞാൻ ശർത്താവും. അതായത് മരണം എന്നുള്ളത് അത് ഉറക്കി എന്നുള്ളത് അതൊരു എന്താണ്, ഒരു ചെറിയ നിരക്കുള്ള മരണമാണ്. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞു, വഹുവല്ലദീ യതവഫാകും ബില്ലൈലി, വഹുവല്ലദീ, അല്ലാഹു ആരാണ്, യതവഫാകും, നിങ്ങൾ അവൻ മരിപ്പിക്കും, ബില്ലൈലി, രാത്രിയിൽ എന്ന് പറഞ്ഞാൽ രാത്രി എന്താക്കും, ഉറക്കും. ഒരുപക്ഷെ ആ ഉറക്കിൽ നിങ്ങളുടെ റൂഹിനെ പിടിക്കാൻ ഉദ്ദേശിച്ചാൽ ആ റൂഹിനെ എന്താക്കും, അല്ലാഹു മരിപ്പിക്കും. അതല്ല രണ്ടാമത് ഹയാത്തിടാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ അല്ലാഹു ആ റൂഹിനെ എന്താക്കും, വിട്ട് നിങ്ങളിലേക്ക് എന്താക്കും, തരും. പരിശുദ്ധമായ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതഹാ വല്ലത്തി ലം തമുത് ഫീ മനാമിഹാ വയുംസികു അല്ലത്തി ഖളാ അലൈഹൽ മൗതു വയുർസിൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മാ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. അല്ലാഹു നിങ്ങൾ എന്താക്കും, മരിപ്പിക്കും. അല്ലാഹു എന്താക്കും, ഉറക്കൽ ചിലപ്പോൾ മരിപ്പിക്കും ഉദ്ദേശിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ റൂഹ് എന്താക്കും, തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ ഏൽപ്പിക്കും. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ബിസ്മിക്കല്ലദീ അമൂതു, ഞാൻ മരിക്കും എന്ന് പറഞ്ഞാൽ മരണം എന്നുള്ളത് അതൊരു ഉറക്കാണ്, അതൊരു ചെറിയൊരു ഉറക്കി എന്നുള്ളത് അത് ചെറിയ മരണമാണ്. ചിലപ്പോൾ അല്ലാഹു തആല റൂഹിനെ എന്താക്കും, മടക്കിത്തരും, അല്ലെങ്കിൽ ആ റൂഹിനെ എന്താക്കും, അല്ലാഹു പിടിക്കും. അതാണ് ഇവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. പിന്നെ അല്ലാഹുവിന്റെ റസൂൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്നാൽ, ഖാല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. സർവസ്തുതിയും അല്ലാഹുവിനാണ്. എന്നിട്ട് അല്ലാഹു ഞാൻ മരിച്ചതിൻ്റെ ശേഷം അഥവാ ഞാൻ ഉറങ്ങിയതിൻ്റെ ശേഷം എന്നെ രണ്ടാമതവൻ ജീവിപ്പിച്ചു, വ ഇലൈഹിൻ നുശൂർ, അവനിലേക്കാണ് എൻ്റെ മടക്കം. ഇത് മനസ്സിലാക്കുന്നു. അല്ലാഹു ഞങ്ങൾക്ക് ധാരാളം നിഅമത്തുകൾ തന്നു. ആ നിഅമത്തിനൊക്കെ ശുക്റാണ് ഇത് ദിക്റെല്ലാം പറയുന്നത്. അല്ലാഹുവേ, രാവിലെ പിടിച്ച് മുതിത്തോളം ഞാൻ എന്താക്കി ജീവിച്ചു, ഇതാ ഞാനിപ്പം മരിക്കാൻ പോകുന്നുണ്ട്, എത്രയോ നിഅമത്ത് ഞാൻ എന്താക്കിയിട്ടുണ്ട്, എനിക്ക് ചെയ്തിട്ടുണ്ട്. ആ നിഅമത്തിനൊക്കെ ശുക്റായിട്ട് അവിടെ പോയിട്ട് ഫാത്തിഹ ഓതുന്നതും, അവിടെ പോയിട്ട് ദിക്ർ ചൊല്ലുന്നതും, അവിടെ പോയിട്ട് ദുആ രക്കുന്നതെല്ലാം ആ റബ്ബിൻ്റെ നിഅമത്തിനൊക്കെ ശുക്റായിട്ടാണത്. അത് വേണം. എങ്ങനെയാണ് ഫാത്തിഹ ഓതേണ്ടത്, എങ്ങനെയാണ് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതേണ്ടത്, അതായിപ്പോൾ രണ്ടാമത്തെ ഹദീസ് പഠിപ്പിക്കുന്നത്.